ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മനുഷ്യരുടെ ചിന്തയിൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി തരുന്നു. ഈ വചനം നമുക്ക് സുപരിചിതമാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് മറിയത്തിനോട് ഗബ്രിയേൽ മാലാഖ പറയുന്നതാണ് ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന്. അതായത് കന്യകമറിയാമത്തിൻ്റെ അടുക്കിലേക്ക് ഈ ഗബ്രിയേൽ മാലാഖ വരുന്നു. നീ പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അല്പം ഭയത്തോടെ സംശയത്തോടെ നിൽക്കുന്ന ഈ മറിയത്തിനോട് ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, നിന്റെ ചാച്ചിക്കാരി എലിശബത്ത് വാർദ്ധക്യത്തിലാണ്. ആ ഗർഭപാത്രമൊക്കെ നിർജീവമായ അവസ്ഥയിലായിരുന്നു. ഇന്ന് അവർക്ക് മച്ചി എന്ന ലോകം എപ്പോഴും പരിഹസിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഇത് 6-ാം മാസമാണ് എന്ന് പറയുക. അപ്പം എന്നിട്ട് പറയുകയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ മനുഷ്യചിന്തയ്ക്ക് അസാധ്യമായ കാര്യങ്ങൾ എത്രയോ സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ മനുഷ്യന് അസാധ്യമായ, നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലെ കാര്യത്തെ, അതായത് അബ്രഹാം 100 വയസ്സ് ആവുന്നു, സാറ അതുപോലെ പ്രായമാവുന്നു. സാറയുടെ ഗർഭപാത്രം നിർജീവമായ അവസ്ഥയിൽ വാർദ്ധക്യത്തിലായി വയോധികയാണ്. അത് സജീവമാക്കി മക്കളെ കൊടുത്തു സാറായിക്ക്. അതായത് വളരെ പ്രായം ചെന്നപ്പോൾ ദൈവം ഈ മാനുഷ്യമായി ചിന്തിച്ച ഒരിക്കലും സാധ്യമല്ല, പക്ഷെ ദൈവം സാധ്യമായി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അബ്രഹാമിന് അതായത് ഇസാക്കിന്റെ ബലികഴിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ബലിയാടായി വൃക്ഷത്തിന്മേൽ ഒരു ആടിനെ അവിടെ കെട്ടിയിരിക്കുന്നതാണ്. പെട്ടെന്നാണ് അത് നമുക്ക് അസാധ്യമായിട്ട് തോന്നുന്നതാണ്. അതായത് ഈ മത്സ്യത്തിന്റെ വായിൽ നിന്ന് സ്തീറ എടുക്കുന്ന സംഭവം മനുഷ്യർക്ക് അസാധ്യമായി തോന്നാം. അല്ലെങ്കിൽ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നു. ദൈവത്തിന് സാധ്യമായ ഒരു മനുഷ്യനെടുക്കുക അത് ആ മനുഷ്യന് അസാധ്യമാണ്. തീക്കൽ പാറയിൽ നിന്ന് വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടിനെ, അല്ലെങ്കിൽ മത്സ്യത്തിന് പാലിന് സ്തീറ, തീക്കൽ പാറയിൽ നിന്ന് ജലം, ഇങ്ങനെയൊക്കെ കർത്താവ്, അതായത് 4 ദിവസമായ ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി ജീർണിച്ച ആ ശരീരം, മൃതശരീരം ഉയർപ്പിക്കുന്നു. ഇതൊക്കെ നമുക്ക് അസാധ്യമായി തോന്നും. അപ്പം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് സാധ്യം, അതായത് മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ മനുഷ്യന്റെ ചിന്തയ്ക്ക് എത്രയോ അപ്പുറമാണ്. അതായത് ഒരിക്കൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ സംഭവിക്കുമെന്ന് എന്ന് കരുതാത്ത കാര്യം സംഭവിക്കുവാൻ ആ അസാധ്യമായ കാര്യങ്ങൾ ദൈവം വരാൻ സാധ്യമാകുന്നുണ്ട്. ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, മനുഷ്യന് അസാധ്യമായി തോന്നുന്ന സംഭവങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ അത് അറിയുന്നില്ലെന്ന് മാത്രം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപക്ഷെങ്കിൽ മരിച്ചു പോകുന്ന വരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ജീവിച്ചെഴുന്നേറ്റുണ്ടാകാം. അല്ലെങ്കിൽ അതുപോലെ രോഗാവസ്ഥയിൽ നിന്ന്, നമ്മുടെ അപകടത്തിൽ നിന്ന്, എന്തെല്ലാം പ്രശ്നങ്ങൾ, ഒരിക്കലും അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നു, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല എന്ന് മാത്രം. ഇതൊക്കെ ദൈവത്തിന് അസാധ്യമാണ്. ഈ 2004 സുനാമി ഡിസംബർ 26 ലോകത്തെ നടുക്കിയ സുനാമി, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടുപോയി. 30 അടി 40 അടി തിരമാലകൾ പൊങ്ങി കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, പിന്നെ കൊന്ന തെങ്ങുകൾ എല്ലാം അടിച്ച് തൂത്തുവാരിക്കൊണ്ടുപോയി തിരമാലകൾ. എന്തെല്ലാം മൃഗജന്തുക്കൾ എന്തെല്ലാം ഈ സുനാമിയിൽ പോയി എന്നുള്ളതാണ്. ഇത്രയും വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊന്നത്തിലൊക്കെ പോകുമ്പോൾ നമ്മളാരും ഒരുപക്ഷെങ്കിൽ അധികം വാർത്തയല്ലാത്ത ഒരു സംഭവം, അതായത് ഇന്നും ഗൂഗിളിൽ പരതി ഒരുപക്ഷെ കിട്ടുമായിരിക്കാം. അതായത് ഇന്തോനേഷ്യക്കാരൻ്റെ ഒരു മനുഷ്യൻ 29 ദിവസം ഈ കടലിന്റെ പരപ്പിലൂടെ ഒരു മരച്ചില്ലയിൽ ഇങ്ങനെ പിടിച്ചു കടന്ന് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ കടലിന്റെ പരപ്പിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ, ഇങ്ങനെ ആ തിരമാലകളുടെ ഇടയിൽപ്പെട്ട് ഇങ്ങനെ കിടങ്ങുമ്പോൾ ഒരു ചരക്ക് കപ്പൽ വരുന്നു. ആ ഡെക്ക് വാച്ച് ബൈനോക്കുൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മരച്ചില്ല പോലെ ഒരു ചില്ലയിൽ, ഒരു സാധനത്തിൽ
ഏതോ ഒരു ജീവി ഇങ്ങനെ കൈ കാണിക്കുന്നതായിട്ട് തോന്നിയാണ്. അദ്ദേഹം ആ ബൈനോക്കുലർ സൂം ചെയ്ത് നോക്കിയപ്പം ഒരു മനുഷ്യക്കോലമായിട്ട് തോന്നി. അദ്ദേഹം കപ്പിത്താനെ അറിയിക്കുന്നു. കപ്പിത്താന് അത് വന്ന് നോക്കുമ്പോൾ അത് ഒരു മനുഷ്യനായി തോന്നിയാണ്. പിന്നെ ആ കപ്പല് അവിടെ അടുപ്പിച്ച് അതിൻ്റെ കയറൊക്കെ ഇട്ട് അവരുടെ ആ രക്ഷാ ബോട്ടിലൂടെ അതിനെ ആ മനുഷ്യനെ, അതായത് ഈ ഇലകളൊക്കെ പൊഴിഞ്ഞ ഒരു മരക്കൊമ്പ്, ആ മരക്കൊമ്പിൽ നിന്ന് ഈ മനുഷ്യനെ വെറും അസ്ഥിപഞ്ജരമായ ഒരു മനുഷ്യൻ, വെറും ഒരു കുരങ്ങിൻ്റെ അത്രയും ഒരു പൂച്ചയുടെ അത്രയും ആയിരിക്കുന്ന അസ്ഥിപഞ്ജരമാണ്. 29 ദിവസം, ഏകദേശം 1 മാസക്കാലം ഇങ്ങനെ സുനാമി കഴിഞ്ഞ് അദ്ദേഹത്തിനെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ്. ഇവിടെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതായത് 40 അടി 50 അടി ഉയരമുള്ള കൊന്ന തെങ്ങുകൾ, വലിയ വലിയ വടവൃക്ഷങ്ങളെ കൊണ്ടുപോയ തിരമാല, അതായത് 30 അടിയോളം 40 അടിയോളം ഉയരം തിരമാലകൾ, അല്ലെങ്കിൽ കോൺക്രീറ്റ് വലിയ വലിയ കെട്ടിടങ്ങൾ അടിച്ചു കൊണ്ടുപോയ തിരമാലകൾ, ഇയാൾ എങ്ങനെ അതിജീവിച്ചു ഒരു മരച്ചില്ലയിൽ കിടന്ന്? അതായത് അല്ലെങ്കിൽ കടലിലെ കടൽപ്പന്നികൾ, തിമിംഗലങ്ങൾ, സ്രാവുകൾ ഈ മനുഷ്യനെ തിട്ടില്ല. ഈ തിരമാലകളിൽപ്പെട്ട് ഇദ്ദേഹം മുങ്ങിപ്പോയില്ല. ഈ ഉപ്പുവെള്ളം മാത്രം കുടിച്ച് എങ്ങനെ ജീവിച്ചു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇതേ ഉള്ളൂ: ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഈ ഒരു വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് പ്രത്യാശയുടെ വചനങ്ങളായി, പ്രത്യാശയോടെ ഉള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ അന്ധമായി കണ്ണടച്ച് വിശ്വസിക്കണം, ദൈവത്തിന് സാധിക്കും എന്ന് പറയും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, മരണകരമായ ആപത്തിനൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കുന്നത്. അതായത് ഒരു മുടന്തനായ മനുഷ്യൻ, അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ ഒരു ഊന്നുവടിയാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ, ഈ പ്രാർത്ഥനകൾ. ഈ വടി പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ താഴെ വീഴും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ വചനങ്ങൾ ഒക്കെ നമ്മളെ നിലനിർത്താൻ, നമ്മുടെ വിശ്വാസത്തോടുകൂടി യേശുമ്പുരാൻ, അല്ലെ ഒരു ഡോക്ടർ നമ്മളെ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ രോഗികൾ കൂടി അല്പം വിശ്വാസം വേണം. നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിശ്വാസമുള്ളവരായി. യേശുമ്പുരാൻ തന്നെ ചിലയിടത്ത് പോയി ശമരിയിലൊക്കെ പോകുമ്പോൾ അവരുടെ അവിശ്വാസം കണ്ടിട്ട് അവിടെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയും. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇതൊരു പ്രത്യാശയുടെ വചനങ്ങളാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ നമുക്ക് എപ്പോഴും ആ ഒരു ചിന്തയിൽ ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ, ഏത് പ്രതികൂലതയിലും നമ്മളെ കാത്ത് സംരക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ആ ഒരു പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണ്ണമായി തീരുവാൻ, ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.